ആരോഗ്യവും ഭക്ഷണവും. വിവിധ വിഭാഗത്തിൽപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്തിനായിരിക്കും? കൂട്ടുകാരുമായി ചർച്ച ചെയ്യൂ. നന്നായി വളരാൻ, രോഗങ്ങൾ വരാതിരിക്കാൻ, പിന്നെ ജോലി ചെയ്യാനുള്ള ശക്തി ലഭിക്കാൻ. വരച്ചു ചേർക്കാം. ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ബലൂണിൻ്റെ നൂലിലൂടെ വരച്ചു നോക്കൂ. ആ ഭക്ഷ്യവസ്തുക്കളിലൂടെ ശരീരത്തിന് കൂടുതലായി ലഭിക്കുന്ന ഗുണങ്ങൾ രേഖപ്പെടുത്തിയ ബലൂണിലെത്താം. ആദ്യം പഴങ്ങൾ, പച്ചക്കറികൾ. പഴങ്ങൾ, പച്ചക്കറികളുടെ നൂലിലൂടെ പോയാൽ നമ്മൾ ഏത് ബലൂണിലാണ് എത്തുന്നത്? രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം രോഗങ്ങൾ വരാതിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് പയർവർഗ്ഗങ്ങൾ, പാൽ, ഇറച്ചി, മുട്ട, മീൻ. ഇതെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണ്? ശരീര വളർച്ചയെ സഹായിക്കുന്നു. അടുത്തത് ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ. ഇത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ജോലികൾ ചെയ്യാനുള്ള ശക്തി ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് ശക്തിയും ലഭിക്കുന്നതും വളർച്ചയെ സഹായിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മൾ ദിവസവും എന്ന പോലെ കഴിക്കുന്നുണ്ട്. കാരണം ചോറ് നമ്മൾ എന്നും കഴിക്കും, അതൊരു ധാന്യമാണ് അല്ലേ. പിന്നെ ഉരുളക്കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലും കിഴങ്ങും നമ്മൾ ചിലപ്പോൾ കഴിക്കുന്നുണ്ടായിരിക്കാം. ഇല്ലെങ്കിലും ധാന്യം മതി. അതേപോലെ പാലോ ഇറച്ചിയോ മുട്ടയോ മീനോ നമ്മുടെ വീട്ടിൽ അധിക ദിവസവും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടാതിരിക്കുന്നത് രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഒരു കഴിവാണ്. രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ കഴിക്കേണ്ടത് പഴങ്ങളും പച്ചക്കറികളുമാണ്. പഴങ്ങളും പച്ചക്കറികളും തീർച്ചയായും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ഇനി നമുക്ക് ഭക്ഷ്യവസ്തുക്കളും അത് ലഭിക്കുന്ന ഗുണങ്ങളും എന്ന് എഴുതി നോക്കാം. ധാന്യങ്ങൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നത് ശരീരത്തിന് ഊർജം ലഭിക്കുന്നു. കിഴങ്ങുവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ ശരീര വളർച്ചയ്ക്കുള്ള പോഷകങ്ങൾ ലഭിക്കുന്നു. പച്ചക്കറികൾ കഴിക്കുമ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. പഴങ്ങൾ കഴിക്കുമ്പോൾ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ ലഭിക്കുന്നു. രോഗപ്രതിരോധ ശേഷിയും കിട്ടുന്നുണ്ട്. പയർവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ ശരീര വളർച്ചയ്ക്കുള്ള പോഷകങ്ങൾ ലഭിക്കുന്നു. പാൽ കുടിക്കുമ്പോഴോ പാൽ എല്ലുകൾക്ക് ശക്തി കിട്ടുന്നു. എല്ലുകൾക്ക് ശക്തി നൽകാൻ സഹായിക്കുന്നു. ഇറച്ചി ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നു. പേശികളുടെ വളർച്ചയെ സഹായിക്കുന്നു. മുട്ട തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. മീൻ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നു. അതുകൂടാതെ ഹൃദയം, കരൾ, കണ്ണ് ഇവയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു. ഇനി ഒരുപാട് ഗുണങ്ങളുള്ള ആഹാര പദാർത്ഥങ്ങളാണ് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വിവിധ തരത്തിലുള്ള ഭക്ഷ്യ വിഭവങ്ങൾ കഴിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചില കുട്ടികൾ ഇറച്ചി മീൻ മാത്രമേ ചോറിന് അല്ലെങ്കിൽ ചപ്പാത്തിക്കോ ഒക്കെ കൂട്ടി കഴിക്കുകയുള്ളൂ. പക്ഷേ പയർവർഗ്ഗങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിച്ചില്ലെങ്കിൽ ഈ ഗുണങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിക്കില്ല. അതുകൊണ്ട് വിവിധ തരത്തിലുള്ള ശരീരത്തിൻ്റെ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. എണ്ണയിൽ തയ്യാറാക്കുന്ന വിഭവങ്ങളും നിങ്ങൾ കഴിക്കാറില്ലേ? എന്തെല്ലാമാണവ? എന്തെല്ലാമാണ് നമ്മൾ കഴിക്കാറുള്ള എണ്ണയിൽ തയ്യാറാക്കുന്ന വിഭവങ്ങൾ? കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള പരിപ്പ് വട, പഴംപൊരി, അരിമുറുക്ക്, കുഴലപ്പം, സുഖിയൻ, പിന്നെ ബജ്ജി, സമൂസ, ഇതൊക്കെ നിങ്ങൾ കഴിക്കാറുണ്ട് അല്ലേ? പക്ഷെ ഡോക്ടർ പറയുന്നതൊന്ന് കേൾക്കൂ. ഭക്ഷ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന കൊഴുപ്പ് നമുക്ക് ജോലി ചെയ്യാനുള്ള ശക്തി നൽകുന്നു. എന്നാൽ ഇവയുടെ അമിത ഉപയോഗം എന്ന് പറഞ്ഞാൽ കൂടുതലായി ഇവ കഴിക്കുമ്പോൾ ശരീരത്തിലെ കൊഴുപ്പിനെ വർദ്ധിപ്പിക്കും. ഇതുമൂലം പല വിധത്തിലുള്ള രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. അതിനാൽ എണ്ണയിൽ വറുത്ത ആഹാര പദാർത്ഥങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. അപ്പോൾ എണ്ണ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അമിതമായി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ പുറത്ത് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പലഹാരങ്ങൾക്ക്, എണ്ണ പലഹാരങ്ങൾക്ക് ദോഷമുണ്ട് എന്ന് നമ്മൾ പറയും. എന്തുകൊണ്ടാണത്? പഴകിയ എണ്ണ അവർ ഉപയോഗിക്കുന്നുണ്ട്. പഴകിയ എണ്ണയുടെ ഉപയോഗം ഒഴിവാക്കണം. അതുപോലെ ശുദ്ധമായ എണ്ണ വേണം ഉപയോഗിക്കാൻ. ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല.
മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി കുടിവെള്ളം. നിങ്ങൾ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കും? നമ്മൾ അളന്ന് നോക്കാറില്ല അല്ലേ? സ്കൂളിലേക്ക് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകുന്ന വെള്ളം കുടിക്കും, വീട്ടിൽ വന്നാൽ കുറച്ച് വെള്ളം കുടിക്കാറുണ്ട്, പക്ഷെ അളന്നൊന്നും നോക്കുന്നില്ല. നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികൾ, അതായത് നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ 6 മുതൽ 8 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. അപ്പോൾ നിങ്ങളുടെ വാട്ടർ ബോട്ടിലൊക്കെ അധികം ചെറുതായിരിക്കും. 3 ഗ്ലാസ് വെള്ളം പോലും ചിലപ്പോൾ അതിൽ കൊള്ളുണ്ടാവില്ല. അപ്പോൾ ബാക്കി 5 ഗ്ലാസ് വെള്ളം നിങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പും സ്കൂൾ വിട്ട് വന്നതിന് ശേഷവും കുടിക്കണം. കാലാവസ്ഥയ്ക്കും കായിക പ്രവർത്തനങ്ങൾക്കും അനുസരിച്ച് മാറ്റം വരാം. ഇപ്പോൾ വേനൽക്കാലമാണെങ്കിൽ നമുക്ക് ദാഹം കൂടുതലുണ്ടെങ്കിൽ ഇതിലേറെ കുടിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ നല്ലപോലെ ഓടി കളിച്ച് വിയർക്കുകയാണെങ്കിൽ അപ്പോഴും കൂടുതൽ വെള്ളം കുടിക്കണം. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും വേണം. പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും ശരീരത്തിന് കുറച്ചൊക്കെ വെള്ളവും കിട്ടുന്നുണ്ട്. ആരോഗ്യത്തോടെ ജീവിക്കാൻ ഗുണമേന്മയുള്ള ഭക്ഷണവും ശരിയായ ആഹാരശീലങ്ങളും ആവശ്യമാണല്ലോ, അല്ലേ? ആവശ്യമില്ലേ? ഉണ്ട്. താഴെ പറയുന്ന പട്ടികയിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഓരോ ദിവസവും കഴിച്ച ഭക്ഷ്യവസ്തുക്കളുടെ പേര് രേഖപ്പെടുത്തുക. പട്ടിക വിശകലനം ചെയ്ത് സ്വന്തം ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കണ്ടെത്തുക. ഇപ്പോൾ നിങ്ങളുടെ പേര്, ക്ലാസ്, ഡിവിഷൻ, നിങ്ങളുടെ ഭാരം, ഉയരം ഇതെല്ലാം നിങ്ങൾ അടയാളപ്പെടുത്തണം. ഭാരം, ഉയരമൊക്കെ നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ നോക്കിത്തരും. പിന്നെ ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ. അത് ഒന്നാം ദിവസം നിങ്ങൾ ഇതിൽ ഏത് ധാന്യമാണ് കഴിച്ചത്? അപ്പം നിങ്ങൾക്ക് എല്ലാ ദിവസവും എഴുതാനുള്ള ധാന്യം അരി ആയിരിക്കും, അല്ലേ? ഗോതമ്പും ഉണ്ടായിരിക്കാം. പക്ഷെ കിഴങ്ങുവർഗ്ഗങ്ങൾ നിങ്ങൾ ഇതിലത്തെ മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, മരച്ചീനി കേട്ടോ. പൂളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരച്ചീനി, ചേന, ചേമ്പ് ഇതിലേതെങ്കിലും നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇതിൽ ചേർക്കണം. ഇനി പയർവർഗ്ഗത്തിലെ ഏതെങ്കിലും ഒന്നാം ദിവസം കഴിച്ചോ? പയർവർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളിവിടെ പട്ടികയിൽ എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ പയർവർഗ്ഗങ്ങൾ ഏതെങ്കിലും കഴിച്ചോ എന്നിവിടെ എഴുതണം. അടുത്തതായിട്ട് പാൽ, മീൻ, മുട്ട, ഇറച്ചി ഇതിലേതെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ ഓരോ ദിവസവും അടയാളപ്പെടുത്തുക. അടുത്തതായിട്ട് കുടിച്ച വെള്ളത്തിൻ്റെ അളവാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഒരാഴ്ച കുടിച്ച വെള്ളത്തിൻ്റെ അളവ് നോക്കണം. എന്നിട്ട് ഓരോ ദിവസവും കുടിച്ച വെള്ളം അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ സാധിക്കുക? ഒരു കുപ്പിയിൽ വെള്ളം എടുക്കുക, ആ കുപ്പിയിൽ നിന്ന് മാത്രം വെള്ളം കുടിക്കുക. അപ്പോൾ ഒരു കുപ്പി കുടിച്ചാൽ അതിൽ എത്ര ഗ്ലാസ് ഉണ്ടാവും? അങ്ങനെ അളന്ന് നമുക്ക് എഴുതാവുന്നതാണ്. അടുത്തതായിട്ട് പച്ചക്കറികൾ, പഴങ്ങൾ. പച്ചക്കറികൾ നമ്മൾ അധികവും ഈ കറി, ഉപ്പേരിയൊക്കെ കൂട്ടുമ്പോഴാണ് അത് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അത് എന്ത് കറിയായിരുന്നു, എന്ത് ഉപ്പേരിയാണ് കഴിച്ചത്, അതൊക്കെ ഇവിടെ എഴുതുക. പഴങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും എഴുതണം. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ശരിയായ രീതിയിലുള്ള ആഹാരം കഴിക്കുന്നുണ്ടോ ഇല്ലേ. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തണം നമ്മുടെ ആഹാരത്തിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പട്ടിക നിങ്ങൾ സ്വയം പൂർത്തിയാക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈയും മുഖവും നന്നായി കഴുകുന്നു. ഉണ്ട്, ഇല്ല ഏതാണെങ്കിലും ടിക്ക് ചെയ്യാം. കൂട്ടുകാരോടൊപ്പം ഓടിച്ചാടിയുള്ള വിവിധ കളികളിൽ ഏർപ്പെടുന്നു. ഉണ്ട്, ഇല്ല ഇതും നിങ്ങൾ ടിക്ക് ചെയ്യുക. പച്ചക്കറികൾ നടൽ, നനയ്ക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഇത് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇതെന്തിനാണ്? നമ്മുടെ ഒരു ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണ്. ഈ ഭക്ഷണശീലം, ആഹാരശീലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആഹാരം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈയും മുഖവും നന്നായി കഴുകണം എന്നുള്ളത്. അത് എല്ലാവരും ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ നിങ്ങൾ കൂട്ടുകാരോടൊപ്പം ഓടിച്ചാടി കളിക്കണം, അതും വേണം. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ഉണ്ട് എന്ന് അടയാളപ്പെടുത്താൻ കഴിയണം. അല്ലാതെ എപ്പോഴും ടി വിയുടെ മുന്നിലോ ഫോണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചുകൊണ്ടോ ഇരിക്കരുത്. കുട്ടികൾ നന്നായി കളിക്കണം. അടുത്തതായിട്ട് സാലഡ് തയ്യാറാക്കാം. പലതരം പഴങ്ങളും പച്ചക്കറികളും ഇലകളും ഉൾപ്പെടുത്തി സ്വാദിഷ്ടമായ ഒരു സാലഡ് നമുക്ക് തയ്യാറാക്കിയാലോ? വേവിക്കാതെ കഴിക്കുന്ന വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സാലഡിൽ ഉൾപ്പെടുത്താവുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? കാരണം വേവിക്കാതെയാണ് സാലഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ എന്തെല്ലാം ഉൾപ്പെടുത്താം? സവാള, ക്യാരറ്റ്, പിന്നെ ഇലകളായിട്ട് മല്ലിയില,
വെള്ളരി, കക്കരിക്ക, ആപ്പിൾ, പച്ചമുളക്, കൈതച്ചക്ക, തക്കാളി, മുന്തിരി, മാതളം, ഇങ്ങനെ നമുക്ക് പച്ചയ്ക്ക് തിന്നാൻ പറ്റുന്ന പഴങ്ങളും പച്ചക്കറികളുമാണ് സാലഡിൽ ഉൾപ്പെടുത്തേണ്ടത്. പച്ചയ്ക്ക് കഴിക്കാവുന്ന എല്ലാ പഴങ്ങളും പച്ചക്കറികളും സാലഡ് നിർമ്മാണത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം. ചിത്രത്തിൽ ഏതെല്ലാം ഇനം ഭക്ഷ്യവസ്തുക്കളുണ്ട്? ഇതിലെന്തെല്ലാം ഉണ്ട്? കാപ്സിക്കം ഇവിടെ കാണുന്നുണ്ട്, തക്കാളി കാണുന്നുണ്ട്, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, ക്യാരറ്റ്, വാഴപ്പഴം, അല്ലേ, ചിക്കു, സവാള, പല ഇനങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു സാലഡിൻ്റെ ചിത്രം നോക്കൂ. ഇതിൽ കാണുന്നത് എന്തൊക്കെയാണ്? നിങ്ങളൊരു സാലഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കും? ക്യാരറ്റ്, സവാള, ആപ്പിൾ, മുന്തിരി, ഓറഞ്ച്, പേരയ്ക്ക, കക്കരിക്ക, വാഴപ്പഴം, ഇങ്ങനെ നമുക്ക് കിട്ടാവുന്ന ഫ്രൂട്ട്സ്, പച്ചക്കറികളും അതേപോലെ തന്നെ പഴങ്ങളും ഉപയോഗിച്ച് സാലഡ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ തൈര് ചേർത്തിട്ടും സാലഡ് ഉണ്ടാക്കാം, അല്ലേ? കക്കരിക്കയും സവാളയും പിന്നെ ക്യാരറ്റും എല്ലാം ഉപയോഗിച്ച് അതിൽ തൈരും ചേർത്തിട്ട് സാലഡാക്കി ഉപയോഗിക്കാം. നിർമ്മിക്കുന്ന വിധം എഴുതൂ. സാലഡിൻ്റെ ചിത്രം വരച്ച് നിറം നൽകൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ യൂണിറ്റിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.